നമസ്കാരം, എല്ലാവർക്കും അത്തേമാസ് ഫാമിലിക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ ഒരു പുതിയ അടുക്കള കാണിച്ചു തരിക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് അടുക്കള കാണാം. അപ്പോൾ നമുക്ക് അടുക്കളയിൽ ഞാൻ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതായത് ഒരു പഴയ അടുക്കളയായിരുന്നു. ഞാൻ അതിൻ്റെ പണ്ടത്തെ ഫോട്ടോസൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ആദ്യം തുടങ്ങാം. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 2 കൊട്ടയാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സംഭവമാണ്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രൂട്ട്സ് വെക്കാം, അതുമാതിരി ഉള്ളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കാം, ഉരുളൻകിഴങ്ങ് അങ്ങനത്തെ 2 കൊട്ടയാണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. ഫ്രൂട്ട് ബാസ്ക്കറ്റ് എന്നോ അല്ലെങ്കിൽ വെജിറ്റബിൾ ബാസ്ക്കറ്റ് എന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. അപ്പം അതിൻ്റെ മുകളിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ലൈറ്റും ഈ ഒരു സംഭവമൊക്കെ തന്നെയാണ് ഇതിന് കൂടുതൽ ഭംഗി ഉണ്ടാക്കിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കബോർഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇതേ ഇവിടെ കാണാണ്ടോ, ഇവിടെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് മതി. അപ്പം അത് തന്നെ അങ്ങനെ തുറന്നോളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അമ്മ ഇങ്ങനെ എന്താ പറയുക സെറാമിക്കും അങ്ങനത്തെ പൊട്ടണ ചില്ലിൻ്റെ ഗ്ലാസും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് പോവാം. യെസ്, അത് ക്ലോസ്. ഇനി അതേപോലെ തന്നെ ദേ ഇവിടെയും അതുപോലെ തന്നെ ഈ ഒരു ഇതുപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇത് ഇങ്ങനെ പ്രസ് ചെയ്യല്ല, ജസ്റ്റ് ഇങ്ങനെ ഇവിടെ മുകളിൽ സ്ഥലമുണ്ട്, അതൊന്നും ഇങ്ങനെ ഇങ്ങോട്ട് വലിച്ചാൽ മതി. അപ്പോൾ അതിന് അവിടെ ഇങ്ങനെ പ്ലാസ്റ്റിക് പാത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ്, അതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, ജസ്റ്റ് കാണിച്ചു തരിക അത്രയേ ഉള്ളൂ കേട്ടോ. ഇവിടെ വേറെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഏരിയയ്ക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് നമ്മൾ ഇവിടെ വാഷ് ചെയ്യാറ്, അങ്ങനെ പാത്രങ്ങളൊന്നും കഴുകാറൊന്നും ഇല്ല, എന്നാലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴുകും, അത്രയേ ഉള്ളൂ. അതിൻ്റെ നേരെ മുകളിലായിട്ടാണ് ഇങ്ങനത്തെ ഈ ഒരു സംഭവം കൊടുത്തിരിക്കുന്നത്. ഗ്ലാസും കാര്യങ്ങളൊക്കെയാണ് അമ്മ ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. കുപ്പി ഗ്ലാസുകളും കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ തന്നെ ഇത് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു എന്താ പറയുക ഡോറൊന്നും ഇല്ലാത്ത ഒരു സ്പേസ് ഉണ്ട്. ഈ സ്പേസിലാണ് നമ്മൾ കാപ്പിപ്പൊടി, ചായപ്പൊടി, അങ്ങനത്തെ മഞ്ഞപ്പൊടി അങ്ങനത്തെയൊക്കെ വെച്ചിരിക്കുന്നത്. ഇത് അപ്പുട്ടൻ്റെ ഒരു ഹൽക്കിൻ്റെ കപ്പാണ്, അപ്പുട്ടൻ്റെയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഒരു പ്രസ് ചെയ്ത് അങ്ങനെ വരുന്ന ഒരു ഡോറ്. പിന്നെ ഇവിടെ ഒരു ഇൻഡക്ഷൻ കുക്കർ വെച്ചിട്ടുണ്ട്. അതും അമ്മ അങ്ങനെ യൂസ് ചെയ്യാറില്ല, എന്നാലും ഇടയ്ക്കൊക്കെ ഈ ചൂടുവെള്ളം ചുക്കുവെള്ളം വെക്കി അതിനൊക്കെയാണ് അമ്മ അങ്ങനെ യൂസ് ചെയ്യാറുള്ളൂ. അങ്ങനെ എപ്പോഴൊന്നും ഇൻഡക്ഷൻ കുക്കർ യൂസ് ചെയ്യാറില്ല. പിന്നെ ഈ ഒരു ജനലാണ് കേട്ടോ, നല്ല എന്താ പറയുക, നല്ല രസമായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ജനൽ. ഈ ഒരു 2 ജനലാണ് അടുക്കളയിലുള്ളൂ. ഇതിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ കോലിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് ഇങ്ങനെ, അപ്പം നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റും. അതല്ലെങ്കിൽ അത് പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അങ്ങനെ കയറിപ്പോവും. അങ്ങനെ ഒരു എന്താ പറയുക ഫുൾ ഓപ്പൺ ചെയ്യാൻ പറ്റും, അങ്ങനെയാണത്. പിന്നെ അതിൻ്റെ അടിയിൽ നേരത്തെ കാണിച്ച ആ കബോർഡുകൾ ഫുൾ ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, ലൈറ്റ് കൊടുത്തിട്ട്. പിന്നെ നമ്മളുടെ മെയിൻ സ്റ്റൗവ് വിത്ത് നമ്മളുടെ എന്താ പറയുക ചിമ്മിനി, ഈ ഒരു സംഭവമാണുള്ളത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ ഇങ്ങനെ വീശിക്കഴിഞ്ഞാൽ ഓണാവും, അതായത് ആ ഒരു സെൻസർ വെച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അല്ലാണ്ട് പ്രസ് ചെയ്തിട്ട് ഓൺ ഓഫ് ബട്ടണും എല്ലാം ഉണ്ട് കേട്ടോ. ഭയങ്കര ഇഷ്ടമായി എനിക്കൊരു 2 സംഭവമാണ് ഇതിൽ, ഈ ഒരു ചിമ്മിനിയും അതുമാതിരി ഈ ഒരു ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ തീ വെത്തും. അങ്ങനെയാണ് നമ്മൾ മറ്റേതിങ്ങനെ ടക്ക് നമ്മൾ ആ ഒരു എന്താ പറയുക ലൈറ്റർ വെച്ചിട്ടല്ലേ നമ്മൾ പണ്ട് കത്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് വയ്ക്കുമ്പോൾ നല്ലൊരു രസം തോന്നി. പിന്നെ നമ്മളുടെ ഈ ചിമ്മിനി അത് നല്ലതാണ്. പിന്നെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നീളത്തിലാണ്, അങ്ങനത്തെ 3 തട്ടാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് തട്ടിൽ നമ്മൾ കത്രിക, സ്പൂണ് അങ്ങനത്തെയൊക്കെ, പിന്നെ 2 തട്ടിലും അമ്മ പ്ലേറ്റും പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. അത് കുറച്ച് നീളത്തിൽ നല്ല രസമായിട്ട് നല്ല എന്താ പറയുക വീതിയിൽ നല്ല കുറേ സ്പേസ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. പിന്നെ അവിടെ ഓവൻ വെച്ചിട്ടുണ്ട്. ഓവൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് സംഭവങ്ങളും ടിഷ്യൂ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു വിൻഡോ വരുന്നുണ്ട്. ഈ വിൻഡോയും ആ വിൻഡോ, അങ്ങനെ 2 ജനലാണ് അടുക്കളയിലുള്ളൂ കേട്ടോ. പിന്നെ ഒരു പഴയ ഒരു സമ്മാനം കിട്ടിയൊരു ക്ലോക്കും വെച്ചിട്ടുണ്ട്. അത്രയാണ് ഇവിടെ ഈ ഒരു ഏരിയയിലുള്ളൂ. പിന്നെ അതിൻ്റെ അടിയിലും നമ്മൾ നേരത്തെ കാണിച്ച പോലെ നിറച്ച് കബോർഡ്സ്, ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് ആ ഒരു ഭാഗം. ഇവിടെയാണ് നമ്മളുടെ തീറ്റ ഡബ്ബ എന്ന് പറയുന്ന സ്ഥലങ്ങൾ കേട്ടോ. അതായത് അവിടെ പപ്പടം ഒഴികെ ബാക്കി എല്ലാ പാത്രത്തിലും നമ്മൾ കഴിക്കാനുള്ളതാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അതാണ് ഞങ്ങളുടെ തീറ്റ സ്ഥലം. അപ്പോൾ അവിടെ ഇങ്ങനെ ഓരോ എന്താ പറയുക റസ്ക്, മിച്ചർ അങ്ങനത്തെയൊക്കെ ഉണ്ടേ ഒരു സംഭവങ്ങൾ തന്നെ വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ കടുക്, മുളക് അങ്ങനത്തെയൊക്കെയാണ് ഇട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇങ്ങനത്തെ സംഭവങ്ങളാണ് ഇട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ.
അതും അതിൻ്റെ ഏറ്റവും അടിയിലൊരു സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റാൻഡിലാണ് അതും പിന്നെ ഉപ്പും, ആ 2 സംഭവങ്ങൾ അവിടെയാണ് വെക്കുക. പിന്നെ അതാണ് മെയിൻ, ഈ അടുക്കളയുടെ മെയിനായിട്ട് ഒരു എന്താ പറയുക അട്രാക്ഷൻ എന്നൊക്കെ പറയില്ല, ആ ഒരു സംഭവം എന്ന് പറയുന്നത് ഇതാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും ഈ സ്ലാബിൻ്റെ മുകളിൽ മിക്സി, ഗ്രൈൻഡർ, അത് ഇത് ചക്കിരി ചുക്കിരി എല്ലാം അങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരിക്കും. സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. എനിക്ക് ഈ സ്ലാബിൻ്റെ മുകളിൽ നല്ല ക്ലീൻ ആയിട്ട് ഒന്നും ഇല്ലാണ്ടിരിക്കണം, എനിക്ക് അതാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ അത് ഈ ഒരു ഇതുകൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ട് പൊക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണാം ഗ്രൈൻഡർ, മിക്സി, സോഡ മേക്കർ, അങ്ങനത്തെ ഓരോന്നിനും ഓരോ കള്ളിയാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ആ ഷട്ടർ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് കാണില്ല. ആവശ്യം വരുമ്പോൾ അത് പുറത്തേക്ക് എടുക്കുക, അത് അവിടെ തന്നെ പ്ലഗും ഉണ്ട്, അവിടെ കുത്ത്, അരയ്ക്കുക, എടുത്ത് കഴുകുക, തിരിച്ച് വെക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഭയങ്കര ഒരു സംഭവമായിട്ട് എനിക്ക് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അതുമാതിരി ഈ ഒരു വലിയ നീളത്തിലുള്ള ഈ ഒരു എന്താ പറയുക ഒരു അലമാറ പോലത്തെ വലിയൊരു സംഭവം, ഇതും അതേ നല്ല ഒരു ഇതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുറന്നു കഴിഞ്ഞത് ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരും അതിൻ്റെ ഓരോ കള്ളികളും അങ്ങനെയാണ്. ഇതിലമ്മ എന്താ പറയുക പഞ്ചസാര, മുളക്, ഉഴുന്ന്, പരിപ്പ്, മുതിര അങ്ങനത്തെ സംഭവങ്ങളാണ് ഓരോന്നിലും വെച്ചിരിക്കുന്നത് കേട്ടോ. ഈ സൈഡിൽ ഇങ്ങനെ നീളത്തിൽ വെക്കാൻ പറ്റിയതും മറ്റേ സൈഡിൽ ഇങ്ങനെ ചതുരത്തിലുള്ള പാത്രങ്ങൾ വെക്കാൻ പറ്റിയതുമാണ് ഉള്ളത്. അതോട് കൂടിയിട്ട് ഫ്രിഡ്ജാണ് ലാസ്റ്റ് വരുന്നത്. ഇതോടുകൂടി നമ്മളുടെ എന്താ പറയുക അടുക്കളയുടെ ഭാഗം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കുഞ്ഞടുക്കള. അത് പറയാൻ മറന്നു. പിന്നെ അതേ നമ്മളുടെ മുകൾ ഭാഗവും ഇതേപോലെ തന്നെ ഫുൾ അതായത് ആ എന്താ പറയുക കളർ കോമ്പിനേഷനിൽ വരുന്ന ആ ഒരു സംഭവം കൊണ്ട് തന്നെ മുകൾ ഭാഗത്ത് നിറച്ച് കബോർഡ്സ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ പഴയ സാധനങ്ങളും ചക്കിരി ചുക്കിരി സാധനങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് അടുക്കള. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ. എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം. അതുവരെയ്ക്കും ടാറ്റ, ബൈ.